സിയോൺ ക്ലാസിക്സ് ടിവി ന്യൂസ് ടൈം. നമസ്കാരം, സിയോൺ ക്ലാസിക്സ് ടിവിയിലേക്ക് സ്വാഗതം. നൈജീരിയയിലെ ക്രൈസ്തവർക്കെതിരെയുള്ള ആക്രമണങ്ങളിൽ നിസ്സംഗത, ബൈഡനെതിരെ വിമർശനം. അബൂജ. നൈജീരിയയിലെ ക്രൈസ്തവർക്കെതിരെയുള്ള അക്രമാസക്തമായ പീഡനങ്ങൾ ഉയർത്തിക്കാട്ടുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ സ്വന്തം റിപ്പോർട്ട് ഉണ്ടായിരുന്നിട്ടും പ്രത്യേക ആശങ്കയുള്ള രാജ്യങ്ങൾ നിരീക്ഷണ പട്ടികയിൽ നിന്ന് നൈജീരിയയെ ഒഴിവാക്കിയതിൽ പ്രതിഷേധം. ബൈഡൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിനെതിരെ രൂക്ഷ വിമർശനവുമായാണ് മതസ്വാതന്ത്ര്യ പ്രവർത്തകർ രംഗത്തെത്തിയിരിക്കുന്നത്. പട്ടികയിൽ നിന്നുള്ള നൈജീരിയയുടെ ഒഴിവാക്കൽ മതസ്വാതന്ത്ര്യത്തോടുള്ള സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ നയത്തിലെ പൊരുത്തക്കേട് വെളിപ്പെടുത്തുകയാണെന്ന് മതസ്വാതന്ത്ര്യ പ്രവർത്തകർ ചൂണ്ടിക്കാട്ടി. ബുധനാഴ്ച സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പുറത്തിറക്കിയ അന്താരാഷ്ട്ര മതസ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് 200 രാജ്യങ്ങളിലെയും പ്രദേശങ്ങളെയും മതസ്വാതന്ത്ര്യ സാഹചര്യത്തെ എടുത്തു കാണിക്കുന്നു. ലോകമെമ്പാടും വർദ്ധിച്ചുവരുന്ന മത അസഹിഷ്ണുതയെ US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ അപലപിച്ചു. എല്ലാവർക്കും അവരുടെ വിശ്വാസങ്ങൾ തിരഞ്ഞെടുക്കുവാനും പ്രാവർത്തികമാക്കാനും കഴിയുന്ന ലോകദർശനമാണ് വേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. മതസ്വാതന്ത്ര്യ ലംഘകരെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന് അറിയാമെങ്കിലും നൈജീരിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ കാര്യത്തിൽ കാണിച്ച നിസ്സംഗതയ്ക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത്. നൈജീരിയയിലെ ക്രൈസ്തവർക്കെതിരെയുള്ള പീഡനങ്ങളെ ആഭ്യന്തര ഏറ്റുമുട്ടലുകളായും വർഗീയവൽക്കരിക്കപ്പെട്ട ഇസ്ലാമിക ഗ്രൂപ്പുകളേക്കാൾ വിഭവങ്ങൾക്കായുള്ള മത്സരത്തിന്റെ ഫലമായും അവതരിപ്പിക്കുന്നത് തെറ്റാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. നൈജീരിയയിലെ ക്രൈസ്തവർക്കെതിരെയായ ആക്രമണങ്ങളെ വിമർശിക്കാതിരിക്കുക എന്ന ബൈഡൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ വിശാലമായ അജണ്ടയുടെ ഭാഗമാണെന്ന് ഹഡ്സൺ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മതസ്വാതന്ത്ര്യ കേന്ദ്രത്തിന്റെ ഡയറക്ടർ നീന ഷിയ CNAയോട് പറഞ്ഞു. ആക്രമണത്തിന് വിധേയരായ ക്രൈസ്തവർ പ്രതിരോധമില്ലാത്തവരാണ്. അവർക്ക് അവരുടെ സ്വന്തം ഗവൺമെന്റുകളാൽ സംരക്ഷണം ലഭിക്കുന്നില്ല. കൂടാതെ അവർക്ക് സ്വന്തമായി പോരാളികൾ ഇല്ല. അതിനാൽ അവർ വളരെ ദുർബലരാണെന്നും നീന ഷിയ കൂട്ടിച്ചേർത്തു. ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ആഫ്രിക്കയിലെ ഏറ്റവും വലിയ രാജ്യമാണ് നൈജീരിയ. നൈജീരിയൻ ജനസംഖ്യയുടെ പകുതിയോളം 111 ദശലക്ഷത്തിലധികം ആളുകൾ ക്രിസ്ത്യാനികളാണ്. നൈജീരിയൻ സർക്കാരിൽ മുസ്ലിങ്ങളാണ് ആധിപത്യം പുലർത്തുന്നത്. രാജ്യത്തെ പല സംസ്ഥാനങ്ങളും ശരീഅത്ത് നിയമത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നതെന്ന് നേരത്തെ തന്നെ വെളിപ്പെടുത്തലുണ്ടായിരുന്നു. നൈജീരിയയിലെ ക്രൈസ്തവർ സമാനതകളില്ലാത്ത പീഡനങ്ങളാണ് ഏറ്റുവാങ്ങുന്നത്. കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.